നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണമായ ഈ ബലിയർപ്പിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്നവരെ കർത്താവ് കൈവിടിയല. അതായത് കർത്താവിനെ കൂട്ടുപിടിച്ചോളൂ, കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. കുറച്ചുകൂടി ഒരു ടാസ്ക് ഉള്ള രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ ഡിഫെൻഡ് ചെയ്യൂ. നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ ദൈവത്തെ, നമ്മുടെ സഭയെ എല്ലാം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കുക. കർത്താവിൻ്റെ കാര്യത്തെ സംരക്ഷിക്കുന്നവരെ, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയാണ്. ഇന്നത്തെ സങ്കീർത്തനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം, പക്ഷേ കർത്താവിനെ ആശ്രയിക്കുന്നവർ, അവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് ഒന്നാം വായനയിൽ നമ്മൾ വളരെ നീളമുള്ള വായനയാണ്. സൂസന്ന എന്ന ഒരു യുവതിക്ക് ഉണ്ടാകുന്ന ദൈവാനുഭവം. അവർ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിനെ കൂട്ടുപിടിച്ചു. അതുകൊണ്ട് കർത്താവ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. നമ്മളിന്ന് സങ്കടങ്ങളുടെയും വേദനകളുടെയും ഓരോ തടസ്സങ്ങളുടെയും നടുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ, 1-2 ദിവസം ഈ തീർത്ഥാടനം നടത്തി മാതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. കർത്താവ് കൂടെയുള്ള അനുഭവം ഉണ്ടാകട്ടെ. പക്ഷേ കർത്താവിനെ കൂടെ പിടിക്കണം. നമുക്ക് ഈ ബലിയർപ്പണത്തിലുടനീളം നല്ല ശ്രദ്ധയോടുകൂടെ, ഭക്തിയോടുകൂടെ കർത്താവിനെ കൂടെ പിടിച്ച് നമുക്ക് പങ്കുചേരാം.